ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് വന്നത്, എന്ത് പറയാനാണ് വന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നോക്കി ഞാൻ ഇന്ന് രാവിലെ അത് ഒന്ന് ജസ്റ്റ് കുറേ ദിവസമായി നോക്കിയിട്ട് ഒരു ജനുവരി ഒരു രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആയിട്ട് നോക്കിയതാണ് ഐറൂസിന്. അന്ന് ഞാൻ വെയിറ്റ് കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐറൂസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് തുടങ്ങുന്നൊക്കെ വിചാരിച്ചാൽ അന്ന് നോക്കിയതാണ്. പിന്നെ ഇതുവരെ നോക്കിയില്ല. ഇന്നിപ്പോൾ ജനുവരി 20 അപ്പം ഇന്ന് ഞാൻ രാവിലെ വെറുതെ ഒന്ന് നോക്കട്ടെ. ഇന്നലെയൊക്കെ മോളും ഉണ്ടായിരുന്നു വേണ്ട. അപ്പോൾ മോളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കിടക്കുന്ന റൂമിലാണ് നമ്മളെ വെയിറ്റ് മെഷീൻ നിൽക്കുന്നത്. അപ്പം 2 ദിവസമായി ഞാൻ നോക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നീനുണ്ടായിരുന്നു, ഇന്നിപ്പോൾ മോളുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ റൂമിലുണ്ടാകുമ്പോൾ അങ്ങനെ രാവിലെ എണീക്കുമ്പം നോക്കാൻ പറ്റാഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടും, നോക്കില്ല. അപ്പോൾ ഇന്നലെ രാത്രിയാണ് മോള് പോയത്, ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പോയി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ വേഗം വെയിറ്റ് മെഷീനൊക്കെ എടുത്ത് ഒന്ന് നോക്കാം എന്തായി. എനിക്ക് തന്നെ നല്ല അസ്വസ്ഥതകളൊക്കെ വരാൻ തുടങ്ങി, ഡ്രസ്സുകളൊക്കെ ടൈറ്റായി അങ്ങനെ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ നെട്ടിപ്പോയി തന്നെ പറയാം. സങ്കടമൊക്കെ വന്നത് എന്നുള്ളതിലേറെ ഭയങ്കര ടെൻഷനും സങ്കടവും ഒക്കെ വന്നു. പിന്നെ കരച്ചിലൊക്കെയാണ് വന്നത് വെയിറ്റ് കണ്ടപ്പോൾ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ഞാൻ ഉണ്ടാക്കി തീർത്തത് തന്നെയാണ്, ഞാൻ ഒരു കഴിച്ച് തിന്ന് ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നോക്കി നിന്നാൽ ശരിയാവില്ല. ചെയ്യാമല്ലോ, ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പോൾ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. ഇപ്പം ഇന്ന് രാവിലെയാണ് ഞാൻ വീട്ടിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നേരെ വെയിറ്റ് ലോസ് ചലഞ്ച് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എന്ന് വെച്ചാൽ കുറച്ചിട്ട് വെയിറ്റ് കുറച്ചതിന് ശേഷം പിന്നെ നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഒന്നും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങണില്ല. അപ്പം ഇന്നിപ്പോൾ ഞാൻ വെയിറ്റ് കാണുമ്പോൾ ഞാൻ പറയില്ല, അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ഞാൻ എവിടെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ എന്തപ്പോൾ ഇങ്ങനെ കൂടാനുള്ളൊരു കാരണം ഒന്ന് മൊത്തത്തിൽ ഞാൻ എന്നെ ഒന്ന് പിന്നെ ആലോചിച്ചിട്ട് ഒരു കുറച്ച് ദിവസമായിട്ടുള്ള എന്നെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഇപ്പോൾ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാൻ നിർത്തിയത്, അതായത് ഡയറ്റ് ചെയ്യാൻ നിർത്തിയത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് ഡിസംബർ 2025 ഡിസംബർ ഒരു 10-ാം തീയതി ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡയറ്റ് ഞാൻ നിർത്തിയത്. വെയിറ്റ് ലോസ് ചലഞ്ച് ഞാൻ ഡിസംബർ 1-ാം തീയതി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും ഡയറ്റൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 89 എന്നുള്ളൊരു വെയിറ്റിൽ ഞാൻ കണ്ടിട്ട് ആ സമയത്ത് ഒരു 10-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് നിർത്തിയത്. 10-ാം തീയതി 11-ാം തീയതി ഒക്കെ ആ ടൈമിലാണ്. അപ്പോൾ അത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലിയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്താം, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് കഴിഞ്ഞ് ജനുവരിയിൽ തുടങ്ങാം എന്നുള്ള രീതിയിൽ. അതാണ് എനിക്ക് പറ്റിയ ഒരു വലിയൊരു മണ്ടത്തരം. നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. എന്നോട് നമ്മളെ പിന്നെ ഫോളോവേഴ്സ്, അതായത് യൂട്യൂബിലെ ഫ്രണ്ട്സുകൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിർത്തണ്ട ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തോളി, നിർത്താതെ പിന്നെ ഇടയ്ക്കൊക്കെ കഴിച്ചോളൂ, എന്നാലും വെയിറ്റ് ലോസ് ചലഞ്ച് നിർത്തണ്ട എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. ഞാനത് പിന്നെ അത്ര ചെയ്യാമല്ലോ, ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ വെയിറ്റൊക്കെ കുറക്കാമല്ലോ എന്നുള്ളൊരു അഹങ്കാരം, ഒരു ജാട എനിക്ക് വന്നു. അപ്പം അതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് വെയിറ്റ്. ഞാനിന്ന് ഏറ്റവും ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിൽ പറഞ്ഞില്ല, മൊത്തത്തിലൊന്ന് പിന്നെ ചിന്തിച്ചാൽ അങ്ങനെ 10-ാം തീയതി ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ 13, 14 ആ തീയതികളിലാണ് ഞങ്ങൾ ഒരു പിന്നെ ഫാമിലി ട്രിപ്പ് കക്കാടംപൊയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. കക്കാടംപൊയിലേക്ക് പോകുന്നതിന് മുന്നേ കുറേശ്ശെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുക എന്നുള്ളതിലപ്പുറം മധുരം കഴിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത് വലിയൊരു തെറ്റ്. കാരണം നമ്മൾ ഡയറ്റ് നിർത്തിയതുകൊണ്ട് മധുരത്തിനായത് എനിക്ക് കൂടുതൽ ഒരു ക്രേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന അന്ന് തന്നെ നമ്മളിവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്, ബിരിയാണി നല്ലോണം കഴിച്ചു. പിന്നെ ഉമ്മ ബിരിയാണി ഉണ്ടാക്കിയത് ഞങ്ങൾ അങ്ങോട്ട് പിന്നെ കക്കാടംപൊയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെ ഉമ്മ കുറച്ച് മധുര ഐറ്റംസൊക്കെ അതും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മസ്ക അതൊക്കെ ഉണ്ടാക്കി പിറ്റേന്നല്ല അന്ന് രാത്രി ഉമ്മാൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് കേക്ക് ഒരുപാട് കഴിച്ച് പിറ്റേന്ന് നമ്മൾ മടങ്ങിയപ്പോൾ മമതയിൽ പോയിട്ട് നല്ല അടിപൊളി മന്തിയും അൽഫാമൊക്കെ കഴിച്ച് അങ്ങനെ പിരിഞ്ഞതാണ്. അല്ല ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ തിന്നിട്ട് അന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് ഫുഡ് കഴിക്കലൊക്കെ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 15-ാം തീയതി ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട്
സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ. പക്ഷേ അപ്പോഴാണ് എനിക്ക് അവിടുത്തെ കാറ്റും തണുപ്പ് ഈ കക്കടമ്പയിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഈ ഡിസംബർ ആവും ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തണുപ്പാണല്ലോ, അല്ലാത്ത കാലത്തെ അവിടെ തണുപ്പാണല്ലോ. അപ്പോൾ ഇത് ഡിസംബറും കൂടി ആയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ മോളൂന് കുറേശ്ശെ പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പനി എനിക്കും അങ്ങോട്ട് കിട്ടി. പിന്നെ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുളിച്ചതായപ്പോൾ എനിക്ക് ആ പനി അതേപോലെ കിട്ടി. ഇവിടെ വന്നപ്പോൾ ഞാൻ നല്ല പനി, തൊണ്ടവേദന, കഫക്കെട്ട്, സൗണ്ട് ഇല്ല. എനിക്ക് കക്കടംപോയി ഒന്ന് പോയി എടുത്ത മാന ബർത്ത്ഡേ വ്ളോഗ് ഒന്നും ഇടാനുള്ള സൗണ്ടും കൂടി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അന്ന് തന്നെ ഇടണമല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ ഇല്ലാത്ത സൗണ്ട് ഉണ്ടാക്കി കുറച്ച് ലേഹമൊക്കെ വാരി തത് ചുടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ പിന്നെ വോയിസ് കൊടുത്തിട്ടാണ്. അപ്പം അന്ന് തുടങ്ങിയ പനി എനിക്ക് ഒരു 2 ആഴ്ചയോളം എനിക്ക് പനി ഉണ്ടായിരുന്നു. ഞാൻ ഡിസംബറിൽ എൻ്റെ പിന്നെ വർക്കൗട്ടിന് ഞാൻ ഫീസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 10 ദിവസം, അതായത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയൊക്കെ ഞാൻ ഒരു 5 അതിൻ്റെ ഉള്ളിലുള്ള ഒരു 5-6 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ പിന്നെ എനിക്ക് കക്കടംപോയി പോയി വന്നതിന് ശേഷം പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പനിച്ച് ചുമച്ച് ഇങ്ങനെയൊരു പനി ഇപ്പം അടുത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പനി എന്നല്ല ഉള്ളതിലപ്പുറം എനിക്ക് തൊണ്ടവേദനയും പിന്നെ ചുമയായിരുന്നു കൂടുതൽ, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒപ്പം തന്നെയായിരുന്നു ഐറൂസിനും മോളൂനും ഒക്കെ പനിച്ചിട്ടുണ്ടായിരുന്നു. ഒലക്കെ വിടയുന്നു, അതിനൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് ഈ ഡയറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയെ ആയിരുന്നില്ല. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിറ്റാമിൻസുള്ള സാധനങ്ങളും പിന്നെ പ്രോട്ടീനും കാര്യങ്ങളും മുട്ട അങ്ങനത്തെ ഒക്കെ നമ്മൾ കഴിക്കുള്ളൂ. പക്ഷെ എനിക്ക് ആ സമയത്ത് ബ്രെഡ്, വെണ്ണ, ഓട്സ്, പിന്നെ ചോറ്, കഞ്ഞി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്ന ഫുഡിനോടൊന്നും എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് ഐറൂസിനെ 2 വട്ടം കൊണ്ട് പിന്നെ ട്രിപ്പ് ഇട്ട് ഓന് പിന്നെ കഫക്കെട്ട് മാറാഞ്ഞിട്ട് ഓന് അഡ്മിറ്റ് ആക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. ന്യൂമോണിയ ഉണ്ടോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താ പറയുക, സൂചി അങ്ങനെ മെല്ലെ കിട്ടി അഡ്മിറ്റ് ആവാതെ കിട്ടി കഴിച്ചില്ല എന്നൊക്കെ പറയാം. ആ രീതിയിലൊക്കെ രക്ഷപ്പെട്ട ഒരു ലാസ്റ്റ് ഒരു 15-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു. ആ ഒരു എന്താ പറയുക, അത് കഴിഞ്ഞ ഒരു ഏകദേശം 24 അതൊക്കെ ഒന്ന് സുഖമായിട്ട് ഡിസംബർ 23-24 ആ ടൈമിലാണ് ഞാൻ തുത്തൂൻ്റെ അടുത്ത് പോയത്. ഒന്ന് റെഡി ആയി, സൗണ്ടൊക്കെ ഒന്ന് റെഡി ആയി, തൊണ്ടവേദനയൊക്കെ ഒന്ന് മാറി ഒന്ന് ഓക്കെ ആയ ആ സമയത്താണ് ഞാൻ പിന്നെ തുത്തൂൻ്റെ വീട്ടിലേക്ക് 2 ദിവസം വെക്കേഷനിൽ ഡിസംബറിൽ നമ്മളെ ക്രിസ്മസ് വെക്കേഷനിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 ദിവസം നമ്മൾ എന്താ പറയുക നിന്നത് അറിയാമല്ലോ. തുത്തൂൻ്റെ വീട്ടിൽ ചെന്നുള്ള അവസ്ഥ, ഓളെ പിന്നെ അടുക്കളേൻ്റെ ഒരു സൈഡ് തന്നെ ഒരു ബേക്കറി ഷോപ്പാണ്. അത് പിന്നെ ഓളെ ഹസ്ബൻഡിനെ അവിടെ നിർബന്ധമാണ്. ഓലെ വീട്ടിൽ എപ്പോഴും ആൾക്കാർ, ഓളെ ഹസ്ബൻഡിന് ഒരുപാട് ഫ്രണ്ട്സും പിന്നെ ബിസിനസ് ആവശ്യത്തിനായിട്ടും പിന്നെ ഓലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് എപ്പോഴും വരുന്നൊരു, നമ്മൾ വീട്ടിൽ ഇവിടുത്തെ പോലല്ല, ഇവിടെ അങ്ങനെ അധികം ആരും വരാറില്ല. അങ്ങനെ പിന്നെ എന്താ പറയുക, എൻ്റെ ഇവിടുത്തെ അമ്മ മരിച്ചതിന് ശേഷം ഇവിടെ അങ്ങനെ അധികം ആരും വരാറില്ല. അത് അങ്ങനെ എമ്മാര് പോയാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ അടുത്തൊക്കെ ഒരു കല്യാണമോ അല്ലെങ്കിൽ വല്ല മരണമൊക്കെ ഉണ്ടാകുമ്പോൾ വരുമ്പോൾ എല്ലാവരും കാണാൻ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരിപാടിനെ കാണാനല്ല. അതിനോട് കുറേ കമൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഞാൻ ഹസ്ബൻഡിൻ്റെ ഫാമിലീസിനൊന്നും കാണാറില്ലല്ലോ, വരാറില്ലേ എന്നൊക്കെ. ഇതാണ് നമ്മളുള്ള സമയത്ത് എല്ലാവരും പറയാറുണ്ട്. ഇവിടെ എല്ലാവരായിട്ടും എനിക്ക് നല്ല കണക്ഷനാണ്. കാരണം എല്ലാവരും ഇങ്ങോട്ട് ഇവിടെ നിന്ന് മരിക്കണ വരെ ഇവിടെ നിന്ന്, അപ്പം നിന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് നിന്ന് വരലും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതോടുകൂടി പിന്നെ മെല്ലെ ഇപ്പോൾ 10-11 വർഷം ഇതുമൂൻ്റെ വയസ്സാണ് ഉമ്മ മരിച്ചിട്ട്. ഇതുമൂന്ന് 6 മാസമുള്ളപ്പോഴാണ് ഉമ്മ വരപ്പെട്ടത്. അപ്പോൾ 11 വർഷമായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേശ്ശായിട്ട് കുറഞ്ഞു ഇപ്പം അങ്ങനെ അധികം ആരും വരില്ല. എല്ലാവരുടെ ചുറ്റുപാടായിട്ട് നടക്കുന്നത്. അപ്പോൾ പക്ഷേ ഓളവിടെ അങ്ങനെയല്ല. ഓളമ്മ അവിടെ പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മക്ക് അവിടെ ഉള്ളതുകൊണ്ടും പിന്നെ ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് അവിടെ എന്താ വെച്ചാൽ എപ്പോഴും ബേക്കറി. അപ്പോൾ ഞാൻ അവിടെ പോയി അതങ്ങനെ കഴിച്ചു, ഇതിൽ നിന്ന് വിട്ടു പോവാണ്. ഞാൻ അവിടെ പോയിട്ട് നല്ല ബേക്കറി കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ എപ്പോഴും ഐസ്ക്രീം, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ഓളെ വീട്ടിൽ 2 ദിവസം നിന്നിട്ട് 4 ദിവസം കഴിക്കാനുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നെടുത്ത് ഇങ്ങനെ കഴിക്കും. ചോറും കഞ്ഞിയും കഴിക്കണേലേറെ ഫ്രിഡ്ജിൽ നിന്ന് അതും ഐസ്ക്രീം എടുക്കുക, പിന്നെ സ്നാക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുക. പിന്നെ പിറ്റേന്ന് ഞങ്ങളൊന്ന് പുറത്ത് ഇവിടേക്ക് എന്താ പറയുക, ഗോകുലമാളിൽ ഒന്ന് കറങ്ങി മക്കളെ കയറ്റൊന്ന് അടിച്ചു പൊളിച്ചു. അപ്പോൾ അന്നും ഇതേപോലെ നല്ല പുറത്തുനിന്നുള്ള ഫുഡും സംഭവങ്ങളൊക്കെ കഴിച്ച് മൊത്തത്തിൽ അങ്ങനെ 25-ാം തീയതി 26-ാം തീയതി ആയപ്പോഴേക്കും വീണ്ടും ഞാൻ വെയിറ്റ് കൂടി. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഐറൂസിനായിട്ടുള്ള, കാരണം ഐറൂസിൻ്റെ ബർത്ത്ഡേ ജനുവരി 3-ാം തീയതി. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളായിട്ട് എന്നും പുറത്തു പോവുക, എന്നും ഓന് മുടി കട്ട് ചെയ്യാൻ, പിന്നെ എന്താ പറയുക ഫേഷ്യൽ ചെയ്യാൻ, ഡ്രസ്സ് വാങ്ങാൻ, അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ആവശ്യത്തിന് എന്നും പുറത്തേക്ക് പോകുന്ന ഒരു ദിവസങ്ങളായിരുന്നു. പിന്നെ ഇതുമൂന്ന് ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും പുറത്തു നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ മൊത്തത്തിൽ ഇന്ന് രാവിലെ ഇരുന്ന് ആലോചിച്ചതാണ് കേട്ടോ. ആ ഐറൂസിൻ്റെ ബർത്ത്ഡേയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊന്നും ഡയറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് ഞാൻ ഡയറ്റിലേക്ക്, ഐറൂസിൻ്റെ ബർത്ത്ഡേ 3-ാം തീയതിയാണ്. അപ്പോൾ അതും
നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തലേന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാനും മോളൊക്കെ ഒന്ന് പുറത്ത് പോയി. രാത്രി നട്ടപ്പാതിരാക്കൊരു ഫുഡടി, അങ്ങനെ പിന്നെ ഫിലിമിന് പോയി 2 പ്രാവശ്യം. ഇപ്പം ഞാനും നീനും മോളൊക്കെ ആയിട്ട് 2-3 പ്രാവശ്യം ഫിലിമിന് പോകാമെന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഫിലിമിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ ഫുഡ് കഴിക്കാതെ ആരും പോയി. അപ്പോൾ അതൊരു രസമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം കാര്യമായിട്ട് ഇപ്പോൾ രസം തന്നെ ഉള്ളൂ, ഹെൽത്തി ആയിട്ട് ഒന്നും ചെയ്യണില്ല. അപ്പം പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ തുത്തുൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി 17-ാം തീയതി വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ 20-ാം തീയതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വെയിറ്റ് നല്ലോണം കൂടിയിട്ടിട്ട് എനിക്ക് തന്നെ നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഡ്രസ്സുകളൊക്കെ ടൈറ്റായി. എല്ലാ ഡ്രസ്സുകളും നമ്മൾ സ്ഥിരം ഇടുന്ന ഡ്രസ്സുകളൊക്കെ ടൈറ്റായി. എനിക്ക് തന്നെ വീഡിയോയിൽ എന്നെ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് വെയിറ്റ് കൂടുന്നുണ്ട് ഒക്കെ. പക്ഷേ ഞാൻ വെയിറ്റ് നോക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒന്ന് പേടിയാവും ചിലപ്പോൾ നോക്കാൻ, അല്ലെങ്കിൽ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മക്കളാരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിട്ട് നോക്കാതെ ഇന്നാണ് ഇപ്പോൾ ഞാൻ നോക്കിയത് നന്നായി. ഞാൻ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിട്ടില്ല 1-ാം തീയതി ആട്ടെ എന്നൊന്നും പറയില്ല. നമുക്ക് ഓരോരോ അന്ധവിശ്വാസങ്ങളാണല്ലോ. 1-ാം തീയതി ആവട്ടെ പിന്നെ വെയിറ്റ് ലോസ് തുടങ്ങാം, അല്ലെങ്കിൽ സൺഡേ ആവട്ടെ, അല്ലെങ്കിൽ മൺഡേ ആവട്ടെ, അല്ലെങ്കിൽ നാളെ ആവട്ടെ, അതൊന്നും ഞങ്ങൾക്കില്ല. ഇന്ന് ഞാൻ അങ്ങോട്ട് വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പം പിന്നെ വീഡിയോ ഇടാതെ ചെയ്യാമെന്നതിന് ഞാൻ ആദ്യം വിചാരിച്ചു. കാരണം ഒരുപാട് ബാഡ് കമൻറ്റ് നെഗറ്റീവ് വരുന്നുണ്ട്. താങ്കൾ എന്ത് ഡയറ്റാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളൊപ്പം കൂടിയിട്ട് ആണ് പിന്നെ ചെയ്തിരുന്നത്, എന്നിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യണില്ലല്ലോ, ഞങ്ങളൊക്കെ കുറഞ്ഞു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷനായിട്ടൊന്നുമല്ല, എനിക്ക് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങുന്നത്. കാരണം ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യും, ഞാനിത് കഴിക്കണ്ട, ഇത് വീഡിയോയിൽ കാണിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് വെയിറ്റ് ലോസ് ചലഞ്ചിന്. അപ്പോൾ ഇതിൽ എന്നെ ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നോ ഒന്നും ഞാൻ ആരോടും പറയില്ല. കാരണം എൻ്റെ തന്നെ എന്താവും എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആരോടും നമ്മൾ ഒരുമിച്ച് ചെയ്യാം ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഏതായാലും ഇന്ന് തുടങ്ങുകയാണ്. എന്തോ ഒരു ഉള്ളിൽ നിന്നൊരു പേടി എനിക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്തില്ലെങ്കിൽ പറ്റൂല, ഇനി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല എന്നുള്ള ഒരു ഉള്ളിലേക്ക് ഒരു പേടി വന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ, കുറച്ച് ദിവസം ഉണ്ടാവണം വിചാരിക്കുന്നു. ഞാൻ പഴയ വെയിറ്റിക്ക് തന്നെ ആവണവരെങ്കിലും ഒരു 89 ആവണവരെങ്കിലും ഈ ഒരു ഇതുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് നിങ്ങളും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എന്താ പറയുക, ഞാൻ എന്തെങ്കിലും തരത്തിൽ തെറ്റിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണാൻ കഴിക്കണത് എന്തെങ്കിലും ഫുഡ് കഴിക്കണത് തെറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. വെയിറ്റ് വെറുക്കും എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ആവുമെന്ന് വിചാരിക്കണം. തുത്ത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, ഉള്ളു ഇങ്ങനെ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ എല്ലാവരും നല്ലോണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നുജൂമും കൂടി, നാന കൂടി, തുത്ത് കൂടി, ഞാനും കൂടി, മോള് വരെ കൂടിയിട്ടുണ്ട്. ഓള് കുറച്ച് 60-61 ആക്കിയിട്ടുണ്ടായിരുന്നു. ഓളും ഇപ്പോൾ കുറച്ച് 4-5 കിലോ കൂടി, ഓളും തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു ഇതിലാണ്. നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിന് ഇറങ്ങാറാണല്ലേ, കുറച്ച് വെയിറ്റ് കൂടുമ്പോൾ എന്തൊക്കെ ഒരു വിഷമം എങ്ങനെ ഇപ്പോൾ പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കി തീർത്തത്, ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ ശ്രമിക്കണം വെയിറ്റ് കുറയണമെങ്കിൽ, അതും എനിക്കറിയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വെച്ചാൽ എനിക്കൊരു എന്താ ചെയ്യാനുള്ള ഒരു സംഭവം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും വെയിറ്റ് കൂടാൻ കാരണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുങ്ങളോട് ഷെയർ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് കാണിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ കൊല്ലില്ലേ എന്തൊക്കെയാണ് ഇട്ടാ കഴിച്ചതെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാനത് വെയിറ്റ് കാണിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും എനിക്കും എന്താ പറയുക മോട്ടിവേഷൻ തരണം. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതിൽ തെറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് പിന്നെ ഒന്ന് ജസ്റ്റ് അരി ഭക്ഷണം കാര്യങ്ങളൊക്കെ കുറക്കാനാണ്. എന്തായാലും ഞാൻ എന്താ കഴിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഫുൾ ഇപ്പോൾ രാവിലെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണു. പിന്നെ ഒന്നുകൂടി പറയണ്ടെന്നല്ലോ, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പിന്നെ എന്താ പറയുക ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. എന്നെപ്പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും എനിക്കറിയാം. അമ്പിളി ഒക്കെ പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വെയിറ്റ് കൂടുകയാണ് എത്താന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെപ്പോലെയുള്ള, അതായത് ഒരു തനിവാലും ഇല്ലാതെ വെറുതെ കുറേ വെയിറ്റ് ലോസ് ചെയ്യും, കുറേ തിന്നും, അങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം, അതായത് ഇനി ഇന്ന് മുതൽ ഡയറ്റ് ചെയ്യാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം കൂടി കമൻറ്റ് ചെയ്യണം. വെയിറ്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ വെയിറ്റ്
വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാക്കാം. പിന്നെ അല്ലാതെ സ്ട്രിക്റ്റിൽ ചെയ്ത് ജിമ്മിനൊക്കെ പോയി എന്നാലും സ്ട്രിക്റ്റിൽ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നെപ്പോലെ മടിച്ചികളായ എന്താ പറയുക, ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ ഡയറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും കണ്ടുമ്പോൾ കഴിക്കാനും തോന്നും. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൂടുക. അപ്പം എത്രയേ ഉള്ളൂ. നാളെ നമുക്ക് എന്തൊക്കെ കഴിച്ചു എന്നും ഇപ്പോൾ കാണിക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ കണ്ടല്ലോ വെയിറ്റ്. അതെ 96.6, അതായത് 97 തന്നെയാണ്. ഞാൻ 97 തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇനി 7 കിലോനാണ് കൂടിയിട്ടുള്ളത്. 6 ഞാൻ 89.5 അപ്പോൾ ശരിക്കും ഞാൻ കൂടിയത് പിന്നെ എത്ര കിലോനാ, ഒരു 7 കിലോനറ്റ് ഒരു 1.5 മാസം കൊണ്ട്. ഇപ്പോൾ 1.5 മാസം കൊണ്ട് ഞാൻ കൂടിയിട്ടുണ്ട്. സന്തോഷമായില്ല എല്ലാവർക്കും? എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ഒന്ന് സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നോമ്പ് വരെ, ഇപ്പോൾ നോമ്പിന് ഇനിയിപ്പോൾ കറക്റ്റ് ഒരു മാസമാണ് അല്ലേ. നോമ്പ് വരെ ഒരു ഡയറ്റിങ്ങിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുന്നൊന്നും അറിയില്ല, ഞാൻ പറയുന്നില്ല, പറഞ്ഞ് കൊള്ളാക്കണമെന്നില്ല. ഓരോ ദിവസം ചെയ്യുന്നത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഇടും, കാരണം വീഡിയോ ഇടാതെ പറ്റില്ല. ഞാൻ എല്ലാവർക്കും മടുപ്പാവും കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഇടാത്തത്. ഇങ്ങനെ കണ്ടത് തന്നെ കാണണ്ടല്ലോ എന്ന് കരുതി. അപ്പം പിന്നെ ഇനിയിപ്പോൾ അത് ഇട്ടാലേ ഞാൻ വെയിറ്റ് കുറവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നോട് തുത്തു പറയണത് അതാണ്, വെയിറ്റ് ലോസ് ചലഞ്ച് ഇട്ട് താത്ത, എന്നാലേ ഈ വെയിറ്റ് കുറവുള്ളൂ, കൂടി വരുന്നുണ്ട്, ഡ്രസ്സുകളൊക്കെ കൊള്ളാതാവുന്നുണ്ട്. അതാണ് എൻ്റെ മെയിൻ. കാരണം നമ്മൾ അസുഖങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്തത്, ഇപ്പോൾ ഈ പറയുന്ന സമയം വരെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഷുഗറോ പ്രഷറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഡ്രസ്സുകളൊക്കെ കൊള്ളാതാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 7 കിലോ അല്ലെങ്കിൽ 8 കിലോ പെട്ടെന്ന് കുറക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ചിന്തിക്കാം. നമ്മൾ ആദ്യം എത്തിയോടത്തൊന്നും എത്തണ്ടേ. അപ്പോൾ തുടങ്ങാം.